നീറ്റ് എഴുതി കഴിഞ്ഞിരിക്കുകയാണ് സാറേ. ഞാൻ മാർക്ക് കൂട്ടി നോക്കി, എത്ര നോക്കിയിട്ടും 600-ൽ എത്തുന്നില്ല. അങ്ങനെ ഒരുപാട് മെസ്സേജുകളാണ് ഇപ്പോൾ വരുന്നത്. എന്ത് ചെയ്യണം, ഇനി എന്താ ചെയ്യേണ്ടത്? 3 വർഷം പോയില്ലേ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതായി വീട്ടുകാരുടെ ചിന്ത. കുടുംബക്കാരും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ഇനി ഇങ്ങനെ വിട്ടാൽ മതിയോ? 3 വർഷം വെറുതെ പോയില്ലേ? വേറെ വല്ല കോഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞ് ജോലി കിട്ടേണ്ട സമയമായില്ലേ? അവസാനമായപ്പോഴേക്ക് എനിക്ക് ആ കുട്ടി പറഞ്ഞ ഓർമ്മയുണ്ട്, 12 സെറ്റ് ക്വസ്റ്റ്യൻസ് നീറ്റിൻ്റെ ഇത് മുഴുവനായിട്ട് ഇരുന്ന് എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. നീറ്റ് എഴുതിയ സമയത്ത് മാർക്ക് വന്നു 610 മാർക്ക്. ഇപ്പം ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? തമിഴ്നാട് മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മക്കളെ, എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്ക് പോയി കുറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ലടാ. 1 വർഷം പോയി, 2 വർഷം പോയി, ഒരു കുഴപ്പമില്ലടാ. നമുക്ക് ഈ എൻട്രൻസ് കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഈ സ്റ്റെതസ്കോപ്പും വൈറ്റ് കോട്ടും സ്വപ്നം കണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഹിറ്റ് ചെയ്യരുത്. അത് നിങ്ങളുടെ അന്ത്യാഭിലാഷാക്കിയിട്ട് വെക്കുക. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ റൂട്ടില്ല. മക്കളെ, ഡോക്ടർ JP's ക്ലാസ്സിൽ നിന്ന് HN ആണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ ഭൂരിപക്ഷ ആളുകളും ഭയങ്കര സങ്കടത്തിലാവും. നീറ്റ് എഴുതി കഴിഞ്ഞിരിക്കുകയാണ് സാറേ. ഞാൻ മാർക്ക് കൂട്ടി നോക്കി, എത്ര നോക്കിയിട്ടും 600-ൽ എത്തുന്നില്ല. അങ്ങനെ ഒരുപാട് മെസ്സേജുകളാണ് ഇപ്പോൾ വരുന്നത്. ഇനി എന്താ ചെയ്യുക? ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമോ? ഓൾറെഡി ഞാൻ 2 തവണ റിപ്പീറ്റ് ചെയ്തു. ഇനി അങ്ങോട്ടേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ അർഹനാണോ? ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മെസ്സേജ് ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ നിങ്ങൾക്ക് നീറ്റ് അതിയായ ആഗ്രഹമുണ്ട് ക്രാക്ക് ചെയ്യണമെന്ന്, പക്ഷെ കിട്ടാതെ പോയ മക്കളാണെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ മക്കളെ, ഞാനൊരു കഥ പറയാം. എൻ്റെ സ്റ്റുഡൻ്റ് ഒരു കഥയാണ്. ആ കുട്ടി 95% മാർക്കോട് കൂടിയിട്ട് പാസ്സായതാ +2. സ്വാഭാവികമായിട്ടും എൻട്രൻസ് എഴുതണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടാവും. അങ്ങനെ കേരളത്തിൻ്റെ ഒരു പ്രമുഖ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു. ആദ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, +1 +2 പഠിച്ച കാര്യങ്ങളൊന്നും ഡെപ്തായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ആ സമയത്ത് നന്നായിട്ട് ബുദ്ധിമുട്ടും. ഈ കുട്ടി അങ്ങനെ പഠിക്കാൻ തുടങ്ങി. പക്ഷെ എത്ര എഴുതിയിട്ടും റാങ്ക് മുന്നോട്ട് വരുന്നില്ല. റാങ്ക് താഴേക്ക് മാർക്കും കുറഞ്ഞു വരിക. പതിയെ കുട്ടിയുടെ മനസ്സിൽ ടെൻഷൻ അങ്ങ് കയറാൻ തുടങ്ങി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇത് എനിക്ക് പറ്റിയ പണിയല്ല, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കിറ്റ് ചെയ്യാൻ പോവാണ്. വീട്ടുകാരെ വിളിച്ച് കാര്യം പറഞ്ഞു. വീട്ടുകാർ പറഞ്ഞു, മോളെ 1 വർഷമെങ്കിലും നീ എന്ത് ചെയ്യണം, അവിടെ കൃത്യമായിട്ട് പഠിച്ചോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടും. ഏതായാലും ജോയിൻ ചെയ്തതല്ലേ. പക്ഷെ ഈ കുട്ടിക്ക് മാർക്ക് കുറയുന്നതോറും ടെൻഷൻ കൂടി വരിക. വീട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എന്നും കരച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് കൊറോണ വന്നു. എല്ലാം ക്ലോസ്ഡ് ആയി. അങ്ങനെ കുട്ടി വീട്ടിലേക്ക് എത്തി. ഓക്കെ, എടുത്ത കാര്യങ്ങളൊക്കെ വീണ്ടും പഠിച്ചു. പക്ഷെ എക്സാമിനേഷന് പോയി. എക്സാം എഴുതിയ സമയത്ത് അറൗണ്ട് 450 മാർക്കാണ് കിട്ടിയത്. നമുക്കറിയാം, നീറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, സ്വാഭാവികം. ഇനി നീറ്റ് എഴുതുന്നില്ല എന്ന് തീരുമാനിച്ച കുട്ടി വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, വല്ല കോഴ്സിനും ജോയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് തനിക്ക് ഇത് പറ്റിയ പരിപാടി അല്ലാന്ന് ആ സമയത്ത് മനസ്സിലാക്കിയിട്ട് വീണ്ടും ഡ്രോപ്പ് ചെയ്തു. ഇനി വേറെ ഏതെങ്കിലും കോഴ്സ് അന്വേഷിച്ച് കുറെ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായത് കൂടിയിട്ട് ആ കുട്ടി വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് 1 കൊല്ലം കൂടെ റിപ്പീറ്റ് ചെയ്യാം, കിട്ടുന്ന കോഴ്സിന് പോയാൽ മതി. അങ്ങനെ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് ഏത് കോഴ്സാണോ കിട്ടുന്നത് ആ കോഴ്സിന് പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തി. പക്ഷേ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച പ്ലാറ്റ്ഫോം ഓൺലൈൻ ആയിരുന്നു. കൊറോണയ്ക്ക് ശേഷം എല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയ സമയത്ത് ആ കുട്ടി അങ്ങനെ തന്നെ തീരുമാനിച്ചു. വീട്ടുകാർ ഓക്കെ എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും നേടിയെടുക്കണം, ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. ആ കുട്ടി പഠിക്കാൻ തുടങ്ങി. ഓൺലൈനിൽ ക്ലാസ് കാണുന്നു, വർക്ക് ചെയ്യുന്നു, എക്സാമിനേഷൻ എഴുതുന്നു. അങ്ങനെ പതിയെ നമ്മുടെ കയ്യിലൊരു ഫോണോ ടാബോ ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലും കൂടെ ആണെങ്കിൽ, നമ്മളുടെ ടെൻഡൻസി പതിയെ മാറും, എന്റർടൈൻമെന്റിലേക്ക് പോകും. ഈ കുട്ടി സിനിമ കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കുറച്ച് ക്ലാസ്സുകൾ, ഒരു സിനിമ എന്നുള്ളത് പതിയെ സിനിമകളുടെ എണ്ണം കൂടുതലും ക്ലാസ്സുകളുടെ എണ്ണം കുറവായി. അടുത്ത വർഷം വീണ്ടും നീറ്റ് വന്നു. സ്വാഭാവികമാണ്, എക്സാം എഴുതി. പക്ഷേ സങ്കടം എന്താന്ന് പറഞ്ഞാൽ, ആദ്യം എഴുതുമ്പോൾ ഉണ്ടായിരുന്ന മാർക്കിനെക്കാട്ടിലും കുറവാണ് 2ാമത്തെ തവണ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എഴുതിയപ്പോൾ ഉണ്ടായിരുന്നത്. അതോടുകൂടി കുട്ടി ആകെ ഡിസ്ട്രാക്ഷനിലായി. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ചോദിക്കാൻ തുടങ്ങി, ഇങ്ങനെ പോയാൽ മതിയോ, എന്താ പറ്റി, 2 കൊല്ലം പഠിച്ചതല്ലേ, കഴിവില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിവാക്കുകൾ നമ്മളെ മക്കൾ കേൾക്കുന്നുണ്ട് ഈ സമയത്ത്. അതുകൊണ്ട് തീരുമാനിച്ചു എന്തായാലും ഡോക്ടർ ആണോ എന്നുള്ള വാശി ഉണ്ടായിരുന്നു. പക്ഷെ ഇനി 1 വർഷം മുടക്കാൻ ആ കുട്ടി തയ്യാറായിരുന്നില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഡോക്ടർ ആണെന്നുള്ള ആഗ്രഹം പറഞ്ഞ സമയത്താണ് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് യൂറോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് എൻട്രൻസ് എടുക്കുക എന്നുള്ള കാര്യം എന്ത് ചെയ്തത്, വീട്ടുകാരോടായിട്ട് ഡിസ്കസ് ചെയ്തത്. അങ്ങനെ കുട്ടി കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ചിട്ട് MBBS ജോയിൻ ചെയ്തു. കുറച്ചു കാലമെല്ലാം അടിച്ചു പൊളിച്ചു ഉഷാറായിട്ട്. യൂറോപ്യൻ രാജ്യങ്ങളാവുന്ന സമയത്ത് നമുക്കറിയാം കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. നല്ല തണുപ്പുള്ള രാജ്യങ്ങളാണ്. വെതർ അപ്ഡേഷൻസ് ഒക്കെ നാട്ടിലേക്ക് കൊടുക്കാൻ തുടങ്ങി ത്രൂ വാട്സപ്പ്. ഒരു 3-4 മാസം കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു പോയി. പക്ഷേ ഞാൻ ആ രാജ്യത്തിന്റെ പേര് സ്പെസിഫൈ ചെയ്യാത്തത്, ആ പേര് പറഞ്ഞാൽ പിന്നെന്താ ഉണ്ടായെന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കാൻ പറ്റും. അതെ, അത് ഉക്രൈനാണ്. ഉക്രൈനിൽ റീസെന്റ് ആ സമയത്ത് എന്താ ഉണ്ടായെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉക്രൈനിൽ യുദ്ധം വന്നൊരു സമയമായിരുന്നു അത്.
എങ്ങനെയെങ്കിലും ജീവൻ മാത്രം നാട്ടിലെത്തിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമായി. ഈ കുട്ടി ബോർഡറിലേക്ക് ബാക്കിയുള്ള കുട്ടികളെയും കൊണ്ടൊക്കെ ഓടിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ടെറിഫിക് ആയിട്ടുള്ള കഥ പോലെ കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ വന്ദേ ഭാരത് മിഷനിൽ നാട്ടിലെത്തി കഴിഞ്ഞ സമയത്തേക്ക് വീണ്ടും എന്താണ് അനിശ്ചിതത്വം കുറച്ചൊക്കെ കഴിഞ്ഞ സമയത്തേക്ക് വീണ്ടും ക്വസ്റ്റ്യനിങ് വന്നു. എന്ത് ചെയ്യണം, ഇനി എന്താ ചെയ്യേണ്ടത്? 3 വർഷം പോയില്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതായി വീട്ടുകാരുടെ ചിന്ത. കുടുംബക്കാരും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ഇനി ഇങ്ങനെ വിട്ടാൽ മതിയോ? 3 വർഷം വെറുതെ പോയില്ലേ? വേറെ വല്ല കോഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞ് ജോലി കിട്ടേണ്ട സമയമായില്ലേ? ഇങ്ങനെ വീട്ടുകാരൊക്കെ പറഞ്ഞോട് കൂടിയിട്ട് കുട്ടീൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമായി. അങ്ങനെ ചില വാക്കുകൾ, കുത്തുവാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. ചില ആളുകൾ അതിൽ തളർന്നു പോകും, ചില ആളുകൾ അത് ഭയങ്കര വാശിയിലെടുക്കും. ഈ കുട്ടി തീരുമാനിച്ചൊരു കാര്യം, ഇനി ഒരു കാര്യം ഞാൻ എന്തായാലും ദൃഢമായിട്ട് നിശ്ചയിക്കുകയാണ്. നീറ്റ് കിട്ടാതെ, എൻട്രൻസ് കിട്ടാതെ ഞാൻ ഇനി ഒരു പരിപാടിയിലുമില്ല. പക്ഷെ വീട്ടിൽ പ്രശ്നമാണ്, വീട്ടുകാർ കല്യാണം ആലോചിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് പ്രശ്നമായിട്ടുള്ളത്. ഈ കുട്ടി ഉപ്പയുടെ കാലിൽ വീണു. അപ്പൊ എനിക്ക് 1 വർഷം സമയം നിങ്ങൾ തരണം. ആ 1 വർഷത്തിൽ ഞാൻ നീറ്റ് എഴുതി കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ കല്യാണം നിങ്ങൾ നടത്തിക്കോ. പാവൻകുട്ടി ജോയിൻ ചെയ്തു. വീട്ടിലും നാട്ടിലൊന്നും അറിയിച്ചില്ല, കുടുംബക്കാരോടോ ബന്ധുക്കാരോടോ ഒന്നും പറയാതെയാണ് ജോയിൻ ചെയ്യാൻ പോയത്. ജോയിൻ ചെയ്തു, പഠിച്ചു. ആ ക്ലാസ്സിൽ ആ കുട്ടി ഇരുന്ന സമയത്ത് ഫ്രണ്ട് ബെഞ്ചിലായിരിക്കുക, ഉണ്ട കണ്ണായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം തീവ്രത ഉണ്ട് ആ കുട്ടിക്ക്, എത്രത്തോളം ഫയർ ഉണ്ട്, നീറ്റ് കിട്ടാൻ എത്രത്തോളം കെൽപ്പുള്ള കുട്ടിയാണെന്നുള്ളത്. അവൾ ആ ഒരു ഇരിക്കാൻ കാരണം പിന്നെ നമുക്ക് ഈ കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്നോട് കാര്യങ്ങൾ വന്ന് പറഞ്ഞു, സാറേ ഇന്ന പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. കുറേ ഈ പറഞ്ഞ കഥകളൊക്കെ ആ കുട്ടി എന്നോട് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ക്ലാസ്സിൽ ഓരോ പരീക്ഷയും അതിഗംഭീരമായിട്ട് എന്ത് ചെയ്തു, അറ്റൻഡ് ചെയ്തു. തന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി രീതിയിൽ രാത്രിയെല്ലാം എത്ര കണ്ട് വർക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിൽ വർക്ക് ചെയ്തു. കാരണം തന്നെ മുമ്പ് 1 വർഷമാണുള്ളത്. ആ 1 വർഷം കൊണ്ട് താൻ പഠിച്ച കാര്യങ്ങൾ വൃത്തിയായിട്ട് നീറ്റിന് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആ കുട്ടി കണ്ട സ്വപ്നങ്ങളൊക്കെ ഫാൾട്ട് ആവും അല്ലെങ്കിൽ ഫെയിൽ ആവും എന്നുള്ള കാര്യം കുട്ടിക്ക് മനസ്സിലായി. പഠിച്ചു, കിട്ടാവുന്ന അത്ര മെറ്റീരിയൽസ് ക്വസ്റ്റ്യൻ ചെയ്തു. അവസാനമായപ്പോഴേക്ക് എനിക്ക് ആ കുട്ടി പറഞ്ഞ ഓർമ്മയുണ്ട്, 12 സെറ്റ് ക്വസ്റ്റ്യൻസ് നീറ്റിനത് മുഴുവനായിട്ട് ഇരുന്ന് എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. നീറ്റ് എഴുതിയ സമയത്ത് മാർക്ക് വന്നു 610 മാർക്ക്. ഇപ്പം ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, തമിഴ്നാട് മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുക. മകൾ ഇതൊന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, വർഷത്തിന്റെ എണ്ണോ ഒന്നുമല്ല, നിങ്ങൾക്ക് കഴിവുണ്ടോ അതുമല്ല. ഇതിലെ മെയിൻ ഫാക്ടർ എന്താണെന്നറിയോ, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്. നമുക്ക് തോന്നുകയാണ് ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറൊരു വഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ പഠിക്കും. ആ പഠനം മാത്രമേ നീറ്റ് ക്രാക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയുള്ളൂ. അല്ലാതെ നമ്മുടെ വീട്ടുകാർ എന്തോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വീട്ടുകാർ പുഷ് ചെയ്തുകൊണ്ടോ ഒന്നും നമ്മൾ ഡോക്ടർ ആവില്ല. നമ്മൾ ഡോക്ടർ ആവണം, നമുക്ക് എന്തായാലും നമുക്ക് ഉള്ളിൽ തട്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അനുഭവങ്ങൾ വേണം, അത്ര ആഗ്രഹം വേണം. ആ കുട്ടി ആദ്യം എഴുതി, രണ്ടാമത് എഴുതിയ സമയത്തൊന്നും കിട്ടാത്ത ആ കുട്ടി പിന്നെ 1 വർഷം ലാഗായിട്ട് വീണ്ടും വന്ന് ജോയിൻ ചെയ്തിട്ട് എഴുതിയ സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ കാര്യം മാത്രമാണ്, എനിക്ക് എങ്ങനെയും നീറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ അത് ഞാൻ എന്തായാലും ക്രാക്ക് ചെയ്തിട്ടേ പോകുന്നുള്ള ഒരൊറ്റ ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത് ആ കുട്ടിക്ക് ആ ഒരു സമയത്ത് നീറ്റ് കിട്ടാൻ പറ്റിയത്. അപ്പോൾ മക്കളെ, എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്ക് പോയി കുറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ലടാ. 1 വർഷം പോയി, 2 വർഷം പോയി, ഒരു കുഴപ്പമില്ലടാ. നമുക്ക് ഈ എൻട്രൻസ് കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഈ സ്റ്റെതസ്കോപ്പും വൈറ്റ് കോട്ടും സ്വപ്നം കണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഹിറ്റ് ചെയ്യരുത്. അത് നിങ്ങളുടെ അന്ത്യാഭിലാഷാക്കിയിട്ട് വെക്കുക. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ റൂട്ടില്ല. പ്ലാൻ ബി ഒന്നും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവരുത്. ഒറ്റ പ്ലാൻ മാത്രം, അത് MBBS ക്രാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നീറ്റ് കിട്ടും. ഇനി നിങ്ങൾ തീരുമാനിക്കുക എന്ത് ചെയ്യണം, ഹിറ്റ് ചെയ്യണോ അതോ വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്യണോ എന്നുള്ളത്. മക്കളെ, നിങ്ങളുടെ ആഗ്രഹം സത്യസന്ധമായിട്ടാണെങ്കിൽ അത് നിങ്ങൾ ഡോക്ടർ ആവൂടാ, അതിന് ഞങ്ങളുണ്ടാവും കൂടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര പേരിലെത്തുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു മക്കൾക്ക് ഇത് നല്ലൊരു ഇൻസ്പിറേഷൻ ആവും. ഈ കുട്ടിയുടെ കഥ ഒരു ഇൻസ്പിറേഷൻ ആവും. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ നീറ്റ് 2025. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കാണാം.